ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചേനത്തോരനായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ചേന കഴുകി കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്കറിലേക്ക് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെള്ളം എന്നിവ ചേർത്ത് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം മതി കേട്ടോ. നമ്മൾ വേവിച്ചെടുത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കുള്ളത് ചെറുള്ളി, ചുവന്നുള്ളി കൂടി ചതച്ചെടുക്കാം. ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ, അപ്പോൾ ഞാൻ ചതച്ചെടുക്കാനായിട്ട് നോക്കി. ഇവിടെ രാവിലെ പോയ കറണ്ടാണ് കേട്ടോ. എന്തായാലും നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കണം. കാരണം ഏറ്റവും ടേസ്റ്റ് കൂടുതൽ നമ്മളിങ്ങനെ ഇടിച്ച് ചതച്ചെടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. എന്താണ് എല്ലാവർക്കും വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എനിക്കിവിടെ സുഖം കേട്ടോ. നമുക്കിനി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ആയിട്ട് നമ്മൾ ഒഴിച്ചേക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിടണം. ചുവന്നുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യമുള്ളത് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കറിവേപ്പില കേട്ടോ. അപ്പോൾ നല്ല മണവും നല്ല ടേസ്റ്റും കേട്ടോ. നമ്മുടെ കറിവേപ്പിലയ്ക്ക് നല്ല മണവുമാണ് കേട്ടോ. കറിക്ക് നല്ല ടേസ്റ്റും കൂട്ടി നല്ലതാണ് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാകുന്ന കറിവേപ്പില നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പണ്ടൊക്കെ എല്ലാവരും ചേന, ചേമ്പ് എന്നൊക്കെ കാച്ചിൽ എന്നിവയ്ക്കായിരുന്നു കഴിക്കാനായിട്ട് യൂസ് ചെയ്യണേ അല്ലേ, കറിക്കൊക്കെ യൂസ് ചെയ്യണേ. ഇപ്പോൾ അത് അങ്ങനെ ആരും യൂസ് ചെയ്യുന്നില്ല അല്ലേ, കുറച്ച് ആൾക്കാരെ യൂസ് ചെയ്യണുള്ളൂ കേട്ടോ ചേനയ്ക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമ്മുടെ മുളക് പൊടിയും വഴണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി മുഖത്തിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചേന ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് വെന്ത് പോയി നിർത്തി കുഴപ്പമില്ല. നമുക്കിത് ഉടച്ചെടുക്കാൻ കേട്ടോ. ഇത് ഉടച്ചിട്ടുള്ള തോരണം കേട്ടോ. ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക്, എന്തെങ്കിലും കമൻറ്റ് ഇടണം കേട്ടോ നിങ്ങൾ. നമ്മുടെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ കമൻറ്റുകൾ കുറവാണ്. ലൈക്കും കമൻറ്റും തരണം കേട്ടോ. ഇത് നമ്മുടെ ചേനത്തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് രാവിലെ ഞാൻ കുട്ടിയെ അംഗൻവാടിയിൽ വിട്ടായിരുന്നു കേട്ടോ. പള്ളിക്കൂടത്തിൽ എന്തിനാ പോണേ? അപ്പോൾ അതൊന്ന് കാണാട്ടോ. അപ്പോൾ കുട്ടീനോട് ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാ പോകുന്നത് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടി പറയുന്നുണ്ട് കേട്ടോ, സ്കൂളിലാണ് പോണേ, അംഗൻവാടിയിലാണ് പോണേന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് നോക്കി ടാറ്റ കൊടുത്താ. അപ്പോൾ താങ്ക് യു. അസ്സലാമു അലൈക്കും.